ഹായ് ഫ്രണ്ട്സ്, AV's ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മക്കൾ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ കടയിൽ പോയി വാങ്ങിച്ചു കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ 4 മണി പലഹാരമാണിത്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കാവുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഈ അപ്പം തയ്യാറാക്കാനായി വേണ്ടത് ഒരു പഴമാണ്. കൂടുതൽ പഴുത്ത പഴമായാലും കുഴപ്പമില്ല, ഏത് പഴം വേണമെങ്കിലും ഈ അപ്പത്തിന് എടുക്കാവുന്നതാണ്. ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ നാളികേരവും 1 നുള്ളി ബേക്കിംഗ് സോഡയും 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇത് അരച്ചെടുക്കാനായി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പഴത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും പച്ചമണം ഒന്ന് മാറുവാനായി 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ഈ മാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് ഇതിരിക്കേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മാവ് കൂടുതൽ കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മിക്സി ജാറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിളക്കി ഈ മാവിലേക്ക് ചേർത്ത് ഒരു തവി കൊണ്ട് ഇളക്കിയെടുത്താൽ മതിയാകും. ദോശക്കല്ലിലേക്ക് 2 തവി മാവൊഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ ബബിൾസ് വരുമ്പോൾ മൂടി വെച്ച് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിൽ നാളികേരം ചേർത്തത് കൊണ്ടും നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടും ഞാനിതിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല. സാധാരണ ദോശക്കല്ലാണെങ്കിൽ അല്പം നെയ്യോ വെളിച്ചെണ്ണയോ പുരട്ടി മാവൊഴിച്ച് പരത്തി അപ്പത്തിൻ്റെ മീതെയും കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ തൂകി ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ചെയ്ത് നോക്കണേ. വീണ്ടും നല്ല വ്യത്യസ്തമായ റെസിപ്പിയുമായി കാണാം. താങ്ക്